നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. അഥവാ സായുധാ വീര മന്യുനാഭിപരിപ്ലുതാഃ. അല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള നിങ്ങൾ വർദ്ധിച്ചതായ കോപത്തോടു കൂടിയിട്ട് അവരുടെ കലഹത്തിന് പുറപ്പെട്ടു എന്ന് വരും. നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അങ്ങനെയായാൽ പോലും കുഴപ്പമായി തീരും. പാണ്ഡവന്മാര് നിങ്ങളെ മുഴുവൻ അവരുടെ ശസ്ത്ര തേജസ് കൊണ്ട്, ദഹേയു ശസ്ത്ര തേജസ, അവരുടെ ആയുധങ്ങളുടെ തേജസ് കൊണ്ട് നിങ്ങളെ മുഴുവൻ ദഹിപ്പിച്ചു കളയും. ഇനി നിങ്ങള് വിചാരിക്കും പാണ്ഡവര് അവര് 5 പേരേ ഉള്ളൂ, നിങ്ങളുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത്രയും പേരുള്ളത് കൊണ്ട് ഈ 5 പേരെ എതിർക്കാൻ പ്രയാസമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു തന്റെ ഇടം കാണിക്കാൻ കയറി എതിർത്താലോ അവർക്ക് അതും ഒരു പ്രശ്നമല്ല. അവർ 5 പേര് മതി, അവരിൽ ഒരാൾ മതി നിങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്താൻ. നിങ്ങൾക്കറിയോ അർജുനന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന്? ഉഷിതോ ഹി മഹാബാഹു ഇന്ദ്രലോകേ ധനഞ്ജയ. അവിടെ ആ കാട്ടില് നടക്കുന്ന കാര്യങ്ങളെല്ലാം വഴിയാത്രക്കാരായിട്ടുള്ള ആളുകള് ഇവിടെ വന്ന് രാജാവിനോട് പറയുന്നുണ്ട്. രാജാവിന്റെ ചാരന്മാരും കുറെയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വന്ന് രാജാവിനെ അറിയിക്കുന്നുണ്ട്. ഒരു വഴിയാത്രക്കാരനായ ബ്രാഹ്മണൻ പാണ്ഡവന്മാരുടെ അവസ്ഥയെല്ലാം ധൃതരാഷ്ട്രനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള സർഗത്തിൽ നമ്മൾ കാണുന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞാണ് ഇതൊക്കെ അറിഞ്ഞത്. അർജുനൻ കൈലാസത്തിൽ തപസ്സിന് പോയതും അത് കഴിഞ്ഞിട്ട് ഇന്ദ്രലോകത്തിലേക്ക് പോയതും അവിടെ ഏറെക്കാലം ഇന്ദ്രന്റെ അനുഗ്രഹങ്ങളെല്ലാം നേടിക്കൊണ്ട് വസിച്ചതും ആയുധങ്ങളൊക്കെ നേടിയതുമൊക്കെ അയാൾ വന്ന് ധൃതരാഷ്ട്രനോട് പറഞ്ഞു. അന്ന് തൊട്ട് ധൃതരാഷ്ട്രക്ക് കടുത്ത ഭയമാണ്, കടുത്ത ദുഃഖമാണ്. അതാണ് അദ്ദേഹം പറയണത്. മഹാബാഹുവായിരിക്കുന്ന ധനഞ്ജയൻ അല്ലെങ്കിൽ തന്നെ മഹാബാഹുവാണ്. അങ്ങനെയുള്ള ധനഞ്ജയൻ ഇന്ദ്രലോകത്തിൽ വസിച്ചു ഉയർക്കാലം. എന്നിട്ട് എന്തു ചെയ്തു? ദിവ്യാന്യസ്ത്രാണ്യവാപ്യാഥ തതഃ പ്രത്യാഗതോവനം. ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ, ദേവന്മാരുടെ അസ്ത്രങ്ങൾ മനുഷ്യലോകത്ത് ഉള്ളതല്ല. മനുഷ്യരുടെ ആരുടെ കയ്യിലും ഇല്ല. മനുഷ്യർക്ക് അത് തരാൻ പറ്റൂല. ഇല്ലാത്ത അസ്ത്രം എങ്ങനെ തരും? ദേവന്മാർക്ക് മാത്രമേ തരാൻ പറ്റൂ. അങ്ങനെ ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങളും ആ ദേവന്മാരിൽ നിന്നിട്ട് അനുഗ്രഹത്തോടുകൂടി നേടിക്കൊണ്ട് തതഃ പ്രത്യാഗതോവനം കാട്ടിലേക്ക്, പാണ്ഡവന്മാരുടെ സമീപത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ദ്വൈതവനത്തിൽ ഇപ്പോ അർജുനനും ഉണ്ട്. ദിവ്യങ്ങളായ ആയുധങ്ങളാൽ അവൻ അങ്ങേയറ്റം ബലശാലിയാണ്. ആ അർജുനന്റെ പരാക്രമം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. അർജുനൻ ഈ ഭൂമി മുഴുവൻ ജയിച്ചില്ലേ രാജസൂയം നടത്തുന്ന അവസരത്തിൽ? യുധിഷ്ഠിരൻ അകൃതാസ്ത്രേണ പൃഥിവി ജിതാബിഭത്സുനാപുര. അന്ന് ആ രാജസൂയം നടത്തണമെങ്കിൽ അതിനു മുമ്പ് ഈ ലോകം മുഴുവൻ ജയിക്കണം. ഇങ്ങനെ ദേവലോകത്ത് പോയിട്ട് ദിവ്യാസ്ത്രങ്ങളൊന്നും അന്ന് അർജുനൻ നേടിയിട്ടുണ്ടായിരുന്നില്ല. ഭൂമിയിലുള്ള ദ്രോണം പഠിപ്പിച്ചു കൊടുത്ത അസ്ത്രങ്ങളെ അർജുനന്റെ കയ്യിൽ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ആ അർജുനൻ ഈ ഭൂമിയിലെ മുഴുവൻ രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെല്ലാം യുധിഷ്ഠിരന്റെ സാമന്തന്മാരാക്കി. അവരെല്ലാം വന്ന് യുധിഷ്ഠിരന് സമ്മാനങ്ങൾ വലിയ വലിയ പർവ്വതങ്ങൾ പോലെ കൊണ്ടുവന്ന് യുധിഷ്ഠിരന്റെ മുന്നിൽ കൂട്ടിയിട്ട് യുധിഷ്ഠിരനെ സേവിച്ചുകൊണ്ട് ആ രാജസൂയത്തെ വിജയിപ്പിച്ചു.
ഇങ്ങനെ ആയുധങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിന് മുമ്പ് തന്നെ അർജുനൻ ഇത്ര കണ്ട് കരുത്തനാണെങ്കിൽ കിം പുനഃസകൃതാസ്ത്രോദ്യ നഹന്യാദ്വോ മഹാരഥ. മുഴുവൻ ദിവ്യാസ്ത്രങ്ങളും ദേവലോകത്ത് നിന്ന് ഇന്ദ്രാനുഗ്രഹത്താൽ നേടിയ ആ അർജുനൻ, അതിലെല്ലാം അങ്ങേയറ്റം സമർത്ഥനായി തീർന്നിരിക്കുന്ന ആ അർജുനൻ, മഹാരഥനായ അർജുനൻ നിങ്ങളെ കൊല്ലാതിരിക്കുവോ? നിങ്ങളെ കൊന്നുകളയുമോ? നിങ്ങൾക്കൊന്നും അവൻ്റെ അടുത്ത് പറ്റില്ല. അപ്പോ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തൻ്റെ ബലവും ദൗർബല്യവും അറിയണം, ശത്രുവിന്റെ ബലവും ദൗർബല്യവും അറിയണം. ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിന് ചാടിപ്പുറപ്പെടാവൂ. ഇല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നോക്കണം. കൗടലിന്റെ അർത്ഥശാസ്ത്രത്തില് ഷാഡ്ഗുണ്യമെന്നും ആബലീയസമെന്നും 2 അധികരണങ്ങളുണ്ട്. അതില് ഷാഡ്ഗുണ്യം എന്നുള്ളത് 6 തന്ത്രങ്ങളാണ്. അത് ഇന്റർനാഷണൽ റിലേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്നും അതുതന്നെയാണ് നടക്കുന്നത്. ഇന്നത്തെ വലിയ പ്രഗത്ഭരായിട്ടുള്ള നയതന്ത്രജ്ഞന്മാർ ഇത് പഠിച്ചവരാണ്. ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും ലോകത്ത് നയതന്ത്ര രംഗത്ത് നടക്കുന്ന സംഭാഷണങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ നമ്മൾ പത്രത്തിലൂടെയും അങ്ങനെയുള്ള നേതാക്കന്മാര് സമൂഹത്തിൽ സംസാരിക്കുന്നതിലൂടെയും UN-ലുള്ളതായ സംഭാഷണങ്ങളിലൂടെയും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം ഈ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലെ ഷാഡ്ഗുണ്യം എന്നുള്ളതായ ആ 6 അധ്യായങ്ങൾ, ആ അധികരണത്തിലുള്ള 6 അധ്യായങ്ങൾ, സന്ധി, വിഗ്രഹം, ആസനം, യാനം, സംശ്രയം, ദ്വൈധീഭാവം എന്നുള്ള 6 അധ്യായങ്ങൾ. അതാണ് ഇവിടെ, അതിൽ നിന്ന് വേണ്ടുന്നതാണ് ഇവിടെ എടുത്ത് ഇങ്ങനെ പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇനി നമ്മൾ ദുർബലനാണെങ്കിലോ ശത്രു പ്രബലനുമാണെങ്കിലോ അങ്ങനെ സംഭവിക്കാലോ. അങ്ങനെയാണെങ്കിൽ പ്രബലനായ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ ഈ 6 കൂടാതെ വേറൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ ശ്രദ്ധ വെക്കണം. അതാണ് ആബലീയസം എന്നുള്ളതിൽ ചാണക്യൻ വിശദീകരിക്കുന്നത്. ദുർബലനായ ആള് പ്രബലനെ എതിർക്കേണ്ടത് ഏത് പ്രകാരത്തിലാണ്? അത് ആബലീയസത്തിൽ. അങ്ങനെ നയതന്ത്രത്തിന്റെയും യുദ്ധതന്ത്രത്തിന്റെയും മുഖ്യ ചിന്താധാരകൾ മുഴുവൻ, അതിൻ്റെ മുഖ്യമായിട്ടുള്ള ശാസ്ത്രം മുഴുവൻ ഈ 2 അധ്യായങ്ങളിലായിട്ട് നമുക്ക് കാണാം. ഇത് ലോകചരിത്രം മുഴുവൻ കാണാം. പ്രായോഗിക പഥത്തില് ഇന്നത്തെ സംഭവങ്ങളിലും നമുക്ക് നേരിട്ട് കാണാം. അപ്പോ അവരുടെ ബലത്തെ അറിയണം, നിങ്ങളുടെ ബലത്തെ അറിയണം. അവരെത്രയോ ബലം കൊണ്ട് ഔന്നത്യത്തിൽ നിൽക്കുന്നു. അർജുനൻ ഇതൊക്കെ നേടിക്കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അങ്ങോട്ട് അവരുമായിട്ട് ഒരിക്കലും പിണക്കത്തിന് പോകരുത്. നിങ്ങൾ പോയി പിണങ്ങിയില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന സൈനികരുണ്ടല്ലോ, ആ കൂട്ടത്തിൽ കുറെ നിർബന്ധ ബുദ്ധികൾ കാണും. അവന്മാരിയെന്ന് യുധിഷ്ഠിരനെ അപമാനിക്കും, നിങ്ങളാരും അറിയാതെ. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ യുധിഷ്ഠിരനെ അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അനിയന്മാര് 4 പേരും ഉണ്ടാതിരിക്കില്ല. അവരെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റൂല. അങ്ങനെ ഉണ്ടാവും പ്രശ്നം. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ അങ്ങോട്ട് പോകണ്ട. നസ്വയം തത്ര ഗമനം രോചയേ തവ ഭാരത. നിങ്ങൾ അവിടെ പോകുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നിങ്ങൾ പോകണ്ട എന്ന് അദ്ദേഹം സ്പഷ്ടമായിട്ട് പറഞ്ഞു. പറഞ്ഞത് ദൈവീ ബുദ്ധി കൊണ്ടല്ല. ദൈവീ സമ്പത്ത് അദ്ദേഹത്തിന് തെല്ലുമില്ല. അല്പമെങ്കിലും ദൈവീ സമ്പത്ത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മഹാഭാരത യുദ്ധം ഉണ്ടാവുമായിരുന്നില്ല. പിന്നെയോ ആസുരീ സമ്പത്ത് ഏറി നിൽക്കുന്ന ധൃതരാഷ്ട്രൻ, ആ ആസുരീ സമ്പത്തിന്റെ വെളിച്ചത്തിൽ തനിക്കും തന്റെ ആളുകൾക്കും വിപത്തുണ്ടാകുന്ന സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊഴിവാക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണിതെല്ലാം. അത് അദ്ദേഹം വാക്കുകളിൽ കൂടി തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആസുരീ സമ്പത്തിനെയും ദൈവീ സമ്പത്തിനെയൊക്കെ കൃത്യമായിട്ട് ജീവിതത്തിന്റെ വിവിധങ്ങളായ അവസ്ഥകളിൽ മനസ്സിലാക്കാൻ പാകത്തിനുള്ളതാണ് ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ളതായ ഈ സംഭാഷണം. അത് നാട്യശാസ്ത്രത്തിന്റെ രീതിയിൽ പറഞ്ഞാൽ ഈ കഥാപാത്രങ്ങളെ വിഭാവങ്ങൾ എന്ന് പറയും.
ഈ വിഭാവങ്ങൾ തമ്മിലുള്ളതായ ഈ സംഭാഷണം ഈ ശാസ്ത്ര സത്യങ്ങളെ മുഴുവൻ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നു. അത് നമുക്ക് വളരെയേറെ പ്രപഞ്ചത്തെ അറിയാനും നമ്മെ അറിയാനും പ്രയോജനപ്പെടുന്നു, ഭാവിയിലേക്ക് വെളിച്ചം പകരുന്നു. അപ്പോഴേക്കും ശകുനി പറഞ്ഞു, അങ്ങ് പറഞ്ഞ രീതിയിൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ കാരണം എന്നറിയോ? നേരത്തെ പറഞ്ഞതെല്ലാം കർണന്. ഇപ്പൊ ഇതാ ധൃതരാഷ്ട്രനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശകുനി സംസാരിക്കുകയാണ്. ധൃതരാഷ്ട്രൻ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു വിപത്തുണ്ടാവില്ല. ഉണ്ടാകാതിരിക്കാനുള്ള കാരണം പറയുകയാണ്. ധർമ്മജ്ഞ പാണ്ഡവോ ജ്യേഷ്ഠ പ്രതിജ്ഞാതം ച സംസതി തേന 12 വർഷാണി വസ്തവ്യാനീതി ഭാരത.